അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയും സമാധാനവും. അതെ, ലോകസുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഷാലോം ടിവിയോടൊപ്പം അതിർവരമ്പുകളില്ലാത്ത പ്രാർത്ഥനാ ചൈതന്യം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് പാടാൻ എത്തുന്നത് ആൻസ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ആൻസ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് മോളെ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. മോള് ഹോളി ബീറ്റ്സിൽ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ? അതെ. ഏത് സീസണിലാണ് മോള് ഹോളി ബീറ്റ്സിൽ ആദ്യമായിട്ട് പാടുന്നത്? ഹോളി ബീറ്റ്സിന്റെ 7th സീസണിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഓ, അടിപൊളി. ഇപ്പൊ നമ്മൾ 18ാമത്തെ സീസണിൽ എത്തി നിൽക്കുകയാണല്ലേ? അതെ. വളരെ കുഞ്ഞായപ്പോ തൊട്ട് വന്നതാണല്ലേ? അതെ. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം വന്നത്? 6th +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. കഴിഞ്ഞത്. ഓക്കെ. മോൾ ഇന്ന് ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? യേശുവേ നീ എനിക്കായി പാട്ടാണല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഫാദർ തദേവൂസ് അരവിന്ദാദ് എഴുതി മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ് ആൻസ് ഇവിടെ പാടുന്നത്. നമുക്ക് ആസ്വദിക്കാം. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു മനസുഖം എങ്ങോ പോയി, എനിക്കില്ല ശാന്തി തെല്ലും നിമിഷ സുഖം നുകരാൻ കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥാ, പകയുടെ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. നിരന്തരമെൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോല ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ ഭാവമെന്നും ഈശോ
ഇനി അടുത്തതായി മാതാവിൻ്റെ ഒരു പാട്ടാണ്, ഒരു ട്രയോ സോങ് ആണ് നമുക്കുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം ദ സിംഗേഴ്സ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ഓൾ. ഹലോ, ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് അനുശ്രീ ഷാരോൺ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് അഞ്ജന, ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഡോണ സോണി, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇന്ന് പാടുന്നേ? മേഘങ്ങൾക്കിടയിൽ എന്ന പാട്ടാണ്. മാതാവിൻ്റെ പാട്ടല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ പാടാറുള്ളൊരു പാട്ട്. നിങ്ങളിത് പള്ളിയിലൊക്കെ പാടിയിട്ടുണ്ടോ? അപ്പോൾ ഹോളി ബീറ്റ്സിൻ്റെ വേദിയിൽ ഈ പാട്ട് പാടുന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കെന്നാൽ പാട്ടിലേക്ക് പോവാം അല്ലേ? മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ, ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഫാദർ ഷാജി തുമ്പൈച്ചിറയിലാണ്. ആൻഡ് പാടിയിരിക്കുന്നത് കെസ്റ്ററും എലിസബത്ത് രാജുവും ചേർന്നാണ്. ഇവരുടെ സ്വരത്തിലൂടെ ആ പാട്ട് നമുക്ക് ആസ്വദിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ
സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായി ഒരു സോളോ സോങ് ആണ്. ഈ പാട്ട് പാടാൻ എത്തുന്നത് ജെനറ്റ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ജെനറ്റ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ജെനറ്റ്. ഹായ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ഓ, നല്ല അടിപൊളിയായിട്ട് വർത്തമാനം പറയുന്നുണ്ടല്ലോ. നമ്മൾ എവിടെ ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എൻ്റെ പേര് ജെനറ്റ് ജെയിംസ്. ഞാൻ വരുന്നത് കൊടകര തൃശ്ശൂരിൽ നിന്നാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഹോളി ബീറ്റ്സ് പരിപാടിയിൽ, ഫസ്റ്റ് ടൈം കൂടിയാണ്. ഓക്കെ, മോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ചാലക്കുടിയിൽ. കോളേജിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തകർക്കാറുണ്ടോ? ആ, പാട്ടും ഡാൻസും ഒക്കെ. പിന്നെ പള്ളിയിലെ കൊയറിലാണ് കൂടുതൽ പരിചയം ഒക്കെ ഉള്ളത്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇതേപോലെ മുന്നോട്ട് പോട്ടെ കേട്ടോ. താങ്ക് യു. ഇന്ന് ഏത് പാട്ടാണ് മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഈശോ നീയനുള്ളിൽ, ഫാദർ ലിജേഷ് പനക്കിവയലിൻ്റെ പാട്ടാണ്. പാടിയേക്കുന്നത് കെസ്റ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഷ്യോർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാരുണ്യ
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തതായി നമുക്കൊരു ട്രയോ പെർഫോമൻസ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ദ സിംഗേഴ്സ് ഓൺ ടു ദ സ്റ്റേജ്. സോ ഹലോ ഓൾ, ഹായ്. നിങ്ങൾ മൂന്നുപേരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന സിംഗേഴ്സ് ആണ്. എങ്കിൽ പോലും പേരൊന്ന് പറയാം അല്ലേ? എൻ്റെ പേര് ബിൻഹാറോസ്, ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. എൻ്റെ പേര് ഡയന, കോഴിക്കോട് നിന്ന് വരുന്നു. എൻ്റെ പേര് ഷിജിൻ, ഞാൻ കോട്ടയത്ത് മുണ്ടക്കയാണ് സ്ഥലത്ത് വന്നിരുന്നു. അപ്പം നിങ്ങൾ മൂന്ന് പേരും ആദ്യമായിട്ടാണല്ലേ ഒരു ട്രയോ പെർഫോമൻസ് ചെയ്യുന്നത്? ഇതിനു മുന്നേ ഡ്യുവറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ട്രയോ നല്ലൊരു കോംബോ ആണ്. മൂന്നുപേരും നല്ല അടിപൊളി സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന്. അപ്പം ഷിൻചേട്ടാ, ഏത് പാട്ടായിരുന്നു നിങ്ങൾ പാടുന്നത്? നമ്മുടെ സ്നേഹപ്രവാഹം എന്ന പഴയൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ നായക ജീവദായക എന്ന ഗാനമാണ്. നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ പണിക്കലച്ചനാണ് ഇതിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ മൂന്നുപേരും പാടാൻ റെഡി അല്ലേ? അപ്പോൾ നല്ല തകർത്ത് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജീവദായക യേശുവേ എൻ സ്നേഹഗായക, നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ സ്നേഹഗായക, നായക ജീവദായക യേശുവേ സ്നേഹഗായക. തമസിലുഴലുമെൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ, തമസിലുഴലുമെൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ, പ്രണാമമുത്തങ്ങൾ ഏകിടാമിന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിടാം. നായക
യേശുവേ സ്നേഹദായക യേശുവേ സ്നേഹദായക. ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ സംഗീത സന്ധ്യ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ഹോളി ബീറ്റ്സ്.